Good morning all. MG University 3rd semester Complementary Mathematics exam Monday ആണല്ലോ ഓഗസ്റ്റ് 16-ാം തീയതി. BSc Physics, Chemistry, Geology എന്നീ കുട്ടികൾക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് മാത്തമാറ്റിക്സ് പഠിക്കുന്നുണ്ട്. അതിൻ്റെ 3rd സെമ്മിൻ്റെ എക്സാം ആണല്ലോ 16-ാം തീയതി. അപ്പോൾ 16-ാം തീയതിത്തെ പരീക്ഷയ്ക്ക് വേണ്ടി ഒരു വീഡിയോ ചെയ്യുകയാണ്. ഈ വീഡിയോ കണ്ട് പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എസ് ഗ്രേഡ് 100% ഷുവറാണ്. എസ് ഗ്രേഡ് മീൻസ് 95% എബോവ് മാർക്ക് ഷുവറാണ്. നിങ്ങൾക്കൊന്നും അറിയത്തില്ല എങ്കിൽ പോലും ഇനിയുള്ള സമയം വൃത്തിക്ക് പഠിച്ചാൽ നിങ്ങൾക്ക് ജയിക്കുമെന്നല്ല, എസ് ഗ്രേഡ് തന്നെ കിട്ടുന്ന രീതിയിൽ നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ സാധിക്കും. അപ്പം ഞാൻ ആദ്യമേ നിങ്ങളുടെ സിലബസിലുള്ള കാര്യങ്ങൾ പറയും, ലാസ്റ്റ് നിങ്ങൾക്കുള്ള ഇൻസ്ട്രക്ഷൻസ് തരാം. അപ്പോൾ നമുക്ക് 4 മൊഡ്യൂളാണ് പഠിക്കാനുള്ളത്. വെക്റ്റർ സംബന്ധിച്ച് 2 മൊഡ്യൂൾ, മൊഡ്യൂൾ 1 ആൻഡ് മൊഡ്യൂൾ 2. മൊഡ്യൂൾ 3 അബ്സ്ട്രാക്റ്റ് ഓൾജിബ്ര, മൊഡ്യൂൾ 4 അനലിറ്റിക് ജോമെട്രി. അപ്പോൾ നമുക്ക് 4 മൊഡ്യൂൾ. ഫസ്റ്റ് മൊഡ്യൂൾ വെക്റ്റർ. വെക്റ്ററിനകത്ത് ആദ്യമേ വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ അഥവാ വെക്റ്റർ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഹുസ് കോഡൊമൈൻ ഈസ് സെറ്റ് ഓഫ് വെക്റ്റേഴ്സ്. വെക്റ്റേഴ്സിലോട്ട് മാപ്പ് ചെയ്യുന്ന ഫംഗ്ഷനെയാണ് വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ലിമിറ്റ്. എ ഫംഗ്ഷൻ ആർ ഓഫ് ടി ഹാസ് എ ലിമിറ്റ് എൽ എന്ന് പറയുന്നത് എപ്പോഴാണ്? ലിമിറ്റ് ടി ടെൻസ് ടു ടി നോട്ട് ആർ ഓഫ് ടി ഈക്വൽ ടു എൽ. ഡെഫിനിഷനായിട്ട് പറയുകയാണെങ്കിൽ, ഇഫ് ഫോർ എവറി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ദർ എക്സിസ്റ്റ് എ ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 0 സച്ച് ദാറ്റ് for all t 0 less than mod t minus t naught less than delta implies mod r of t minus l less than epsilon. അതായത് t എന്ന് പറഞ്ഞ പോയിന്റ് t നോട്ട് എന്ന് പറഞ്ഞ പോയിന്റിൽ എത്രമാത്രം അടുക്കുന്നോ അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് ഫംഗ്ഷനായ r of t ഒരു പോയിന്റിലോട്ട് അടുക്കുന്നു, ആ പോയിന്റാണ് അവിടുത്തെ ലിമിറ്റ് എന്ന് പറയുന്നത്. ഇനി കണ്ടിന്യൂറ്റി പറയുകയാണെങ്കിൽ, കണ്ടിന്യൂറ്റി അറ്റ് എ പോയിന്റ് ടി നോട്ട് എന്ന് പറയുന്നത് എപ്പോഴാണെന്നറിയോ? ലിമിറ്റ് ടി ടെൻസ് ടു ടി നോട്ട് ആർ ഓഫ് ടി ഈസിക്കൽ ടു ആർ ഓഫ് ടി നോട്ട് എന്ന് കിട്ടണം. അതായത് ടി നോട്ടിലേക്ക് അടുക്കുമ്പോൾ ആർ ഓഫ് ടി നോട്ടിലോട്ട് അടുത്താൽ നമ്മൾ പറയും ദ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് അറ്റ് ടി നോട്ട്. ആ ഡൊമൈനിലെ എല്ലാ പോയിന്റിലും കണ്ടിന്യൂസ് ആണെങ്കിൽ ആ ഡൊമൈനിൽ കണ്ടിന്യൂസ് ആണെന്ന് നമുക്ക് പറയാം. ഇതേപോലെ തന്നെ നമുക്ക് ഡിഫറൻഷ്യബിൾ ഡെറിവേറ്റീവിൻ്റെ കാര്യവും നമുക്ക് പറയാം. അവിടെ നമ്മൾ +2 പഠിക്കുന്ന ഇക്വേഷൻ ഉണ്ട്. ആർ ഡാഷ് ഓഫ് ടി ഈസിക്കൽ ടു എന്താണ് അവിടെ പഠിക്കുന്നത്? ലിമിറ്റ് ഡെൽറ്റ എസ് ടെൻസ് ടു 0 അല്ലെങ്കിൽ ഡെൽറ്റ ടി ടെൻസ് ടു 0 ആർ ഓഫ് ടി പ്ലസ് ഡെൽറ്റ ടി മൈനസ് ആർ ഓഫ് ടി ബൈ ഡെൽറ്റ ടി പ്രൊവൈഡഡ് ദ ലിമിറ്റ് എക്സിസ്റ്റ്. അടുത്ത സ്മൂത്ത് കർവ് എന്ന് വെച്ചാൽ എന്താണ്? ആർ ഓഫ് ടി എന്ന് പറഞ്ഞ ഒരു കർവ് സ്മൂത്ത് കർവാന്ന് പറയുന്നത് എപ്പോഴാണോ അതിൻ്റെ ഡെറിവേറ്റീവായ ഡി ആർ ബൈ ഡി ടി കണ്ടിന്യൂസ് ആയിരിക്കണം, നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം. ഇനി നമുക്ക് ആർ ഓഫ് ടി തന്നു കഴിഞ്ഞാൽ വെലോസിറ്റി കണ്ടുപിടിക്കാൻ അതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചാൽ മതി, ഡി ആർ ബൈ ഡി ടി. ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ വെലോസിറ്റി കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ ഡെറിവേറ്റീവ്, അതായത് ഡി വി ബൈ ഡി ടി, അല്ലെങ്കിൽ നമ്മുടെ ആർ ഓഫ് ടി 2 പ്രാവശ്യം ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ നമുക്ക് ആക്സിലറേഷൻ കിട്ടും. ഇനി നമുക്ക് വെലോസിറ്റി കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ മോഡുലസിനെയാണ് നമ്മൾ സ്പീഡ് എന്ന് വിളിക്കുന്നത്. ഇനി വെലോസിറ്റി ബൈ സ്പീഡിനെയാണ് നമ്മൾ ഡയറക്ഷൻ എന്ന് വിളിക്കുന്നത്. ഇനി അതേ ഇക്വേഷൻ വെലോസിറ്റി ബൈ സ്പീഡ്, അതാണ് ക്യാപിറ്റൽ ടി, യൂണിറ്റ് ടാൻജന്റ് വെക്റ്റർ. ആർക്ക് ലെങ്ത് കണ്ടുപിടിക്കാൻ സ്പീഡ് കണ്ടുപിടിച്ചിട്ട് അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് ആർക്ക് ലെങ്ത് കിട്ടും. അതേപോലെ തന്നെ ആർക്ക് ലെങ്ത് പാരാമട്രൈസേഷൻ്റെ ഇക്വേഷൻ ഇതേപോലെ നമുക്ക് കിട്ടും. അപ്പോൾ അവിടുത്തെ അപ്പർ ലിമിറ്റ് ടി ആണെന്നേ ഉള്ളൂ. ഇനി കർവേച്ചർ എന്ന് വെച്ചാൽ 1 സ്പീഡ് ഇൻറ്റു മോഡ് ഡി ടി ബൈ ഡി ടി. ഇനി യൂണിറ്റ് നോർമൽ വെക്ടറാണ് ക്യാപിറ്റൽ എൻ, അത് ഡി ടി ബൈ ഡി ടി ബൈ മോഡ് ഡി ടി ബൈ ഡി ടി. അതായത് നമ്മൾ യൂണിറ്റ് ടാൻജന്റ് വെക്ടർ ക്യാപിറ്റൽ ടി കണ്ടുപിടിക്കും, അതിൻ്റെ ഡെറിവേറ്റീവാണ് ഡി ടി ബൈ ഡി ടി, എന്നിട്ട് അതിൻ്റെ മോഡുലസ് കണ്ടുപിടിക്കും, അത് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ക്യാപിറ്റൽ എൻ കിട്ടും. ഓക്കെ, ഇനി ഒരു പ്രോബ്ലം ഉണ്ട്. ആർ എന്ന് പറയുന്ന ഒരു ഡിഫറൻഷ്യബിൾ വെക്ടർ ഫംഗ്ഷൻ, അതിന് കോൺസ്റ്റൻറ്റ് ലെങ്ത് ആണെങ്കിൽ ആർ ഡോട്ട് ഡി ആർ ബൈ ഡി ടി ഈക്വൽ ടു 0 കിട്ടും. സിമ്പിൾ ഒരു പ്രോബ്ലമാണ്, ചെയ്ത് പഠിച്ചാൽ മതി. ഇനി വെക്ടർ യുവും വെക്ടർ വിയും 2 വെക്ടേഴ്സാണ്, അത് തമ്മിലുള്ള ആംഗിൾ എന്ന് ചോദിച്ചാൽ തീറ്റ ഈസിക്കൽ ടു കോസ് ഇൻവേഴ്സ് ഓഫ് യു ഡോട്ട് വി ബൈ മോഡ് യു ഇൻറ്റു മോഡ് വി.
ഇനിയും രണ്ട് ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലംസ് ഉണ്ട്, ഏതെങ്കിലും ഒരെണ്ണം ചോദിക്കും. കർവേച്ചർ ഓഫ് എ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്നത് 0 ആണ്. കർവേച്ചർ ഓഫ് എ സർക്കിൾ എന്ന് പറയുന്നത് ആ സർക്കിളിൻ്റെ റേഡിയസിൻ്റെ റെസിപ്രോക്കലാണ്. ഇനി സർക്കിൾ ഓഫ് കർവേച്ചർ അഥവാ ഓസ്കുലേറ്റിംഗ് സർക്കിൾ, അതിൻ്റെ ഡെഫിനിഷൻ പഠിക്കുക. അവിടെ 3 കണ്ടീഷൻ ഉണ്ട്. സെയിം കർവേച്ചർ ആയിരിക്കണം, സെയിം രീതിയിൽ അത് ടെൻഡ് ചെയ്യണം, അതേപോലെ തന്നെ പോയിന്റ് കോൺകേവ് ഇൻസൈഡ് ആയിരിക്കണം. അതിൻ്റെ സെൻറ്ററിനെ നമ്മൾ സെൻറ്റർ ഓഫ് കർവേച്ചർ എന്നും അതിൻ്റെ റേഡിയസിനെ നമ്മൾ റേഡിയസ് ഓഫ് കർവേച്ചർ എന്നും വിളിക്കും. എന്നിട്ടൊരു പ്രോബ്ലം ഉണ്ട്, ഒരു എലിപ്സിൻ്റെ പ്രോബ്ലം ഉണ്ട്, അത് ചെയ്ത് പഠിക്കണം. ഡയറക്ഷണൽ ഡെറിവേറ്റീവ് df by ds at u p naught അല്ലെങ്കിൽ ക്യാപിറ്റൽ D f p naught at u എന്നും വിളിക്കും. അതിനെ നമുക്ക് രണ്ട് ഇക്വേഷൻ ഉണ്ട്, ലിമിറ്റിൻ്റെ രീതിയിലും ഡോട്ട് പ്രോഡക്റ്റിൻ്റെ രീതിയിൽ കണ്ടുപിടിക്കാം. ലിമിറ്റിൻ്റെ രീതിയിലുള്ള ഇക്വേഷൻ ലിമിറ്റ് s tends to 0 f of x0 plus su1 y0 plus su2 minus f of x0 y0 by s where u equal to u1i plus u2j. അല്ലെങ്കിൽ del f at p naught dot u. del f എന്ന് വെച്ചാൽ ഗ്രേഡിയൻ്റ് ആണ്. ഗ്രേഡിയൻ്റ് എന്ന് വെച്ചാൽ ഡോ എഫ് ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ജെ. അതൊരു വെക്ടറാണ് കിട്ടുന്നത്. അത് ഡോട്ട് യൂണിറ്റ് വെക്ടർ. അപ്പോൾ യു എന്ന് പറയുന്ന യൂണിറ്റ് വെക്ടറാ തന്നെങ്കിൽ അങ്ങനെ ചെയ്യുക. യൂണിറ്റ് വെക്ടർ അല്ല എങ്കിൽ അതിനെ യൂണിറ്റ് വെക്ടർ ആക്കാൻ വേണ്ടി ആ വെക്ടറെ ബൈ അതിൻ്റെ മോഡുലസ് ചെയ്താൽ മതി. അപ്പോൾ രണ്ട് രീതി നമുക്ക് ഡയറക്ഷൻ ഡെറിവേറ്റീവ്, അതുപയോഗിച്ച് ഡയറക്ഷന് മാക്സിമം മിനിമം ഒക്കെ കണ്ടുപിടിക്കാനൊക്കെ ചോദിക്കും. അതിനുശേഷം ടാൻജൻറ്റ് ലൈൻ. ടാൻജൻറ്റ് ലൈൻ ഇക്വേഷൻ ഡോ എഫ് ബൈ ഡോ എക്സ് അറ്റ് പി നോട്ട് ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട് പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ അറ്റ് പി നോട്ട് ഇൻറ്റു വൈ മൈനസ് വൈ നോട്ട് ഈക്വൽ ടു 0 ആണ്. ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് മോഡ്യൂളിൽ പഠിക്കുന്നത്. സെക്കൻഡ് മോഡ്യൂളിൽ നമ്മൾ ഇൻ്റഗ്രേഷനെ കുറിച്ചാണ്. അത് വലിയൊരു ചാപ്റ്ററാണ്, 8 സെക്ഷൻ ഉള്ളതാണ്. അവിടെ നമ്മൾ ഡൈവ കേളൊക്കെ പറയും. അപ്പോൾ ഞാനിവിടെ ഗ്രേഡിയൻ്റെ ഡൈവ കേൾ ഒന്നിച്ചൊന്ന് എഴുതിയേക്കുക. അപ്പോൾ എനിക്ക് എഫ് എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ വെറും ഒരു ഫംഗ്ഷൻ തരികയാണെങ്കിൽ ഡെൽ എഫ് കണ്ടുപിടിക്കാൻ ഡോ എഫ് ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ജെ ആണ്. അതൊരു വെക്റ്ററായിട്ടാണ് കിട്ടുന്നത്. ഇവിടെ ചെയ്തിട്ടുണ്ട്. എഫ് എന്ന് പറയുന്നത് എക്സ് മൈനസ് വൈ ആണെങ്കിൽ ഗ്രാഡ് എഫ്, അതായത് ഡെൽ എഫ് എന്ന് വെച്ചാൽ എന്തുവാ 1 മൈനസ് 1 0 എന്ന് കിട്ടും. നെക്സ്റ്റ് ക്യാപിറ്റൽ എഫ് എന്ന് പറയുന്നത് ഒരു വെക്റ്റർ തന്നു കഴിഞ്ഞാൽ, അതായത് എക്സ് ഐ പ്ലസ് എക്സ് സ്ക്വയർ വൈ ജെ പ്ലസ് എക്സ് വൈ സെഡ് കെ തന്നു കഴിഞ്ഞാൽ ഡൈവഫും കേളഫും കണ്ടുപിടിക്കാൻ എന്നാ ചെയ്യണം? ഡെൽ ഡോട്ട് എഫ് എന്ന് വെച്ചാൽ എന്തോ ഇവിടെ ഇപ്പം ക്യാപിറ്റൽ എഫ് എന്ന് പറയുന്നത് എം ഐ പ്ലസ് എൻ ജെ പ്ലസ് പി കെ ആണെങ്കിൽ ഡോ എം ബൈ ഡോ എക്സ് പ്ലസ് ഡോ എൻ എ ബൈ ഡോ വൈ എ പ്ലസ് ഡോ പി ബൈ ഡോ ഇസഡ് ചെയ്താൽ ഡൈവഫ് കിട്ടും. അതാണ് ഡെൽ ഡോട്ട് എഫ്. അതൊരു സ്കെയിലറാണ്. എന്നാൽ കേൾ എഫ് എന്ന് വെച്ചാൽ ഡെൽ ക്രോസ് എഫ് ആണ്. അത് നമ്മൾ ഡെറിവേറ്റീവ് ഉപയോഗിച്ച് ഐ ജെ കെ ഓർക്കുന്നുണ്ടല്ലോ, ആ രീതിയിൽ ചെയ്യാം. ലൈൻ ഇൻ്റഗ്രൽ കണ്ടുപിടിക്കാൻ ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് എക്സ് വൈ ഇസഡ് ഡി എസ് ഇസിക്കൽ ടു, ആദ്യമേ നമ്മൾ അതിൻ്റെ പാരാമെട്രിക് ഇക്വേഷൻ എഴുതും. എക്സ് എന്ന് പറയുന്ന ജി ഓഫ് ടി, വൈ എന്ന് പറയുന്ന എച്ച് ഓഫ് ടി, ഇസഡ് എന്ന് വെച്ചാൽ കെ ഓഫ് ടി ആണെങ്കിൽ ആർ ഓഫ് ടി എന്താവും? ജി ഓഫ് ടി ഐ പ്ലസ് എച്ച് ഓഫ് ടി ജെ പ്ലസ് കെ ഓഫ് ടി കെ. എന്നിട്ട് അപ്പോൾ നമുക്ക് ടി ഉള്ള ഫംഗ്ഷൻ കിട്ടും. അപ്പോൾ ടിയുടെ വേരിയബിൾ, ടിയുടെ ലിമിറ്റ് എ ടു ബി ആവും ഇൻ്റഗ്രൽ. ഡി എസ് എന്ന് പറയുന്നത് സ്പീഡ് ഇൻറ്റു ഡി ടി ആണ്, അതായത് മോഡ് ബി ഡി ടി. അപ്പോൾ ഇങ്ങനെയാണ് ലൈൻ ഇൻ്റഗ്രൽ കണ്ടുപിടിക്കുക. ഇനി രണ്ട് പോയിന്റ് തന്നു കഴിഞ്ഞാൽ അതിനെ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ലൈൻ സെഗ്മെൻറ്റിൻ്റെ പാരാമെട്രിക് ഇക്വേഷൻ പഠിക്കണം. മാസ്, മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ, സെൻറ്റർ ഓഫ് മാസ്, മൊമെൻറ്റ്സ്, ഇതിൻ്റെ കറസ്പോണ്ടിങ് ഇക്വേഷൻസ് പഠിക്കണം. നമ്മൾ ഡെൻസിറ്റി ഡെൽറ്റ ഉപയോഗിച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന രീതിയിൽ ഓരോന്നിനും ഓരോ ഇക്വേഷൻ ഉണ്ട്, അത് പഠിക്കണം. നെക്സ്റ്റ് വർക്ക് ഡണ്ണ്, ഫ്ലോയ, സർക്കുലേഷൻ എല്ലാം ഒരേ ഇക്വേഷനാണ്. ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഡോട്ട് വി ഡി ടി അല്ലെങ്കിൽ എഫ് ഡോട്ട് ടി ഡി എസ് അല്ലെങ്കിൽ എഫ് ഡോട്ട് ഡി ആർ. സർക്കുലേഷൻ, ഫ്ലോ, വർക്ക് ഡൺ സെയിം ഇക്വേഷനാണ്. സർക്കുലേഷൻ്റെ പ്രത്യേകത അതൊരു ക്ലോസ്ഡ് കർവ് ആകണമെന്നേ ഉള്ളൂ. ഫ്ലക്സ് കണ്ടുപിടിക്കാൻ എഫ് എന്ന് പറയുന്ന എം ഐ പ്ലസ് എൻ ജെ ആണെങ്കിൽ ഫ്ലക്സ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നറിയോ?
ഇൻ്റഗ്രൽ ഓവർ സി എം ഡി വൈ മൈനസ് എൻ ഡി എക്സ് ആണ്. അപ്പോൾ നോക്കി എമ്മും എന്നും വരുന്നുണ്ട്, ഈ ഡി എക്സും ഡി വൈ മാറി മൈനസ് സൈൻ വരുന്നു. അതിന് ശേഷം അവിടെ പഠിക്കുന്നത് പാത്ത് ഇൻഡിപെൻഡൻസ്, പൊട്ടൻഷ്യലസ്, എക്സാക്റ്റ്, കൺസർവേറ്റീവ്. അതായത് ഇൻഡിപെൻഡൻ്റ് ഓഫ് പാത്ത്, എൻ പോയിൻറ്റ്സിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അത് നമ്മളവിടെ ചെയ്യുന്നത് കമ്പോണൻറ്റ് ടെസ്റ്റ് ഉപയോഗിച്ച് നമുക്കവിടെ ചെയ്യാൻ സാധിക്കും. കമ്പോണൻറ്റ് ടെസ്റ്റ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എഫ് എന്ന് പറയുന്നത് എം ഐ പ്ലസ് എൻ ജെ പ്ലസ് പി കെ ആണെങ്കിൽ ഓക്കെ, എം ഐ എൻ പി എന്ന് എഴുതി എക്സ് വൈ സെഡ്. അപ്പോൾ രണ്ടെണ്ണം വീതം എഴുതുക. അപ്പോൾ ഇതെടുക്കുകയാണെങ്കിൽ ഡോ എം ബൈ ഡോ വൈ ഈക്വൽ ടു ഡോ എൻ ബൈ ഡോ എക്സ്. ഇനി ഇത് രണ്ടാണെങ്കിൽ ഡോ എൻ ബൈ ഡോ ഇസഡ് ഈക്വൽ ടു ഡോ പി ബൈ ഡോ വൈ. ഇനി ഒന്നാമത്തെ മൂന്നാമത്തെ എടുക്കുകയാണെങ്കിൽ ഡോ എം ബൈ ഡോ ഇസഡ് ഈക്വൽ ടു ഡോ പി ബൈ ഡോ എക്സ്. അത് മൂന്ന് ശരിയാണെങ്കിൽ നമുക്ക് പറയാം കൺസർവേറ്റീവ് ആണ് അല്ലെങ്കിൽ എക്സാക്റ്റ് ആണ് എന്നൊക്കെ പറയാം, പാത്ത് ഇൻഡിപെൻഡൻ്റ് ആണെന്നൊക്കെ പറയാം. അതുപയോഗിച്ച് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ചോദിക്കും. അത് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാനുള്ള സെയിം മെത്തേഡാണ് നമ്മൾ 4th സെമ്മിൽ ഈ ഹാർമോണിക് കോഞ്ചുഗേറ്റ് കണ്ടുപിടിക്കുന്ന രീതിയില്ലേ, ഈ രണ്ടിലും സെയിം ഐഡിയ വെച്ചാണ് ചെയ്യുന്നത്. അത് ചെയ്ത് പഠിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഗ്രീൻസ് തിയറം, സ്റ്റോക്സ് തിയറം, ഡൈവേർജൻസ് തിയറം ഉണ്ട്. അതിൽ ഗ്രീൻസ് തിയറം രണ്ടെണ്ണം ഉണ്ട്, നോർമൽ ഫോമും ടാൻജൻഷ്യൽ ഫോമും ഉണ്ട്. ഗ്രീൻസ് തിയറത്തിൻ്റെ ടാൻജൻഷ്യൽ ആണ് സർക്കുലേഷൻ കേൾ ഫോം. ഇപ്പോൾ ടി വരുന്നത് കൊണ്ട് സർക്കുലേഷൻ ഈസിക്കൽ ടു കേളിൻ്റെ ഇൻ്റഗ്രലായിട്ട് പറയാം. അപ്പോൾ ഇൻ്റഗ്രൽ എഫ് ഡോട്ട് ടി ഡി എസ് നമുക്ക് ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ ഡെൽ ക്രോസ് എഫ് ഡോട്ട് എൻ, അതാണ് കേൾ ഡി എ എന്ന് പറയാം. ഇനി അതിൻ്റെ 3 ഡയമെൻഷൻ കേസ് ജനറലൈസേഷനാണ് സ്റ്റോക്സ് തിയറം. കണ്ടോ, സെയിം ആണ്. ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ എന്ന് പറയുന്നത് ഡബിൾ ഇൻ്റഗ്രൽ തന്നെയാണ്, എസ് സെയിം ആണ്, ഡി സിഗ്മ ആകും. അപ്പോൾ ഇവിടെ നോക്കേണ്ടതെന്ന് പറയും, ലെഫ്റ്റിൽ സിംഗിൾ ആണെങ്കിൽ റൈറ്റ് വരുമ്പോൾ ഒരു ഇൻ്റഗ്രലിലൂടെ കൂടുമെന്ന് ഓർക്കുക. ഒറ്റ ഇൻ്റഗ്രൽ ആകുമ്പോൾ ഇവിടെ രണ്ടായി, ഇവിടെ ഒറ്റ ഒരെണ്ണം രണ്ടായി. ഇനി നോർമൽ ഫോം ആകുമ്പോൾ അത് ഫ്ലക്സ് ഡൈവേർജൻസ് ആണ്. അപ്പോൾ അതിൻ്റെ ഫ്ലക്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അറിയാം, ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് എൻ ഡി എസ്. അപ്പോൾ അതെന്ന് വെച്ചാൽ നമ്മുടെ ഡൈവ് എഫിൻ്റെ ഇൻ്റഗ്രലാണ്. അപ്പം ഒറ്റ ഇൻ്റഗ്രലേ ഇവിടെ ഉള്ളൂ, അപ്പോൾ ഇവിടെ ആകുമ്പം രണ്ടെണ്ണമായി. അപ്പോൾ ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ ഡെൽ ഡോട്ട് എഫ് ഡി എ ആണ്. ഇനി ഡൈവേർജൻസ് സീറോ ആകുമ്പോൾ ഗ്രീൻ സീറോ നോർമൽ ഫോമിൻ്റെ ജനറലൈസേഷൻ 3 ഡയമെൻഷൻ കേസിലാകുമ്പോൾ അങ്ങനെ വരും. അപ്പോൾ ഇവിടെ നോക്കുകയെ, ഇവിടെ ലെഫ്റ്റ് രണ്ടെണ്ണമാണെന്ന് ഓർക്കുക. രണ്ടെണ്ണമാകുമ്പോൾ റൈറ്റിൽ എന്തോ 3 എണ്ണമാകും. അപ്പം ഡബിൾ ഇൻ്റഗ്രൽ ഓവർ എസ് എഫ് ഡോട്ട് എൻ ഡി സിഗ്മ ആണ് ഈക്വൽ ടു ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഡി ഡെൽ ഡോട്ട് എഫ് ഡി വി ആണ്. അത് വെച്ചുള്ള പ്രോബ്ലംസ് വേരിഫൈ എന്ന് പറഞ്ഞ് ചോദിക്കും, പിന്നെ പല രീതിയിൽ ചോദിക്കാം. ഇനി ഡൈവ് എഫ്, എഫ് എന്ന് പറയുന്നത് എം ഐ പ്ലസ് എൻ ജെ ആണെങ്കിൽ ഡൈവ് എഫ് ഡോ എം ബൈ ഡോ എക്സ് പ്ലസ് ഡോ എൻ ബൈ ഡോ വൈ ആണ്. കേൾ എഫ് എന്ന് പറയുന്ന ഒരു വെക്ടറാണ്, അതിനെ ഡോട്ട് കെ ചെയ്യുമ്പം ഒരു സ്കെയിലാർ കിട്ടും, അത് ഡോ എൻ ബൈ ഡോ എക്സ് മൈനസ് ഡോ എം ബൈ ഡോ വൈ ആണ്. ഇക്വേഷൻസ് എഴുതി പഠിക്കണം. ഇനി ഗ്രീൻ സീറോ ഉപയോഗിച്ച് ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ ഡി എക്സ് ഡി വൈ എന്ന് പറയുന്നത് സിംഗിൾ ഇൻ്റഗ്രലിൻ്റെ രീതിയിൽ ഹാഫ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓവർ സി എക്സ് ഡി വൈ മൈനസ് വൈ ഡി എക്സ് വെച്ച് നമുക്ക് ചെയ്യാം. ഇനി ഒരു കർവ് അല്ലെങ്കിൽ ഒരു സർഫസ് 3 രീതിയിൽ നമുക്ക് ഡിനോട്ട് ചെയ്യാം. എക്സ്പ്ലിസിറ്റ് ഫോം, ഇംപ്ലിസിറ്റ് ഫോം, പാരാമെട്രിക് ഫോം. എക്സ്പ്ലിസിറ്റ് ഫോം കർവിൻ്റെ y ഈക്വൽ എഫ് ഓഫ് എക്സ്, ഇംപ്ലിസിറ്റ് ഫോം എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു 0, പാരാമെട്രിക് ഫോം ആർ ഓഫ് ടി ഈക്വൽ എഫ് ഓഫ് ടി ഐ പ്ലസ് ജി ഓഫ് ടി ജെ. പാരാമെട്രിക് ആവുമ്പോൾ നമ്മൾ ടിയുടെ വേരിയേഷൻ എഴുതണം, ഇൻ്റഗ്രൽ എ ലെസ് ആൻ ടു ടി ലെസ് ആൻ ടു ബി. ഇനി സർഫസ് ആവുമ്പോൾ എക്സ്പ്ലിസിറ്റ് ഫോം ഇസഡ് ഈസിക്കൽ ടു എഫ് ഓഫ് എക്സ് വൈ, ഇംപ്ലിസിറ്റ് ഫോം എഫ് ഓഫ് എക്സ് വൈ ഇസഡ് ഈസിക്കൽ ടു 0, പാരാമെട്രിക് ഫോം ആർ ഓഫ് യു വി ഈക്വൽ എഫ് ഓഫ് യു വി ഐ പ്ലസ് ജി ഓഫ് യു വി ജെ പ്ലസ് എച്ച് ഓഫ് യു വി കെ, വേർ എ ലെസ് ആൻ ഓർ ടു യു ലെസ് ആൻ ഓർ ടു ബി, സി ലെസ് ആൻ ഓർ ടു വി ലെസ് ആൻ ഓർ ടു ഡി. ആ ലിമിറ്റും എഴുതണം. ഇനി 3 കാര്യങ്ങൾ പഠിക്കാനുണ്ട്. കോണ, സ്പിയർ, സിലിണ്ടർ. ഈ 3 എണ്ണത്തിൻ്റെ പാരാമെട്രിക് ഫോം
നമുക്ക് എക്സ്പ്ലിസിറ്റ് ഫോം അല്ലെങ്കിൽ ഇംപ്ലിസിറ്റ് ഫോം തന്നു കഴിഞ്ഞാൽ പാരാമെട്രിക് ഫോമിൽ എഴുതിയേക്കുക. അത് കോണ സ്ഫിയർ സിലിണ്ടറിൻ്റെ പഠിക്കണം. ഇപ്പോൾ കോണിൻ്റെ ഇക്വേഷൻ z = √(x²+y²) 0 ≤ z ≤ 1 ആണ് എങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് പാരാമെട്രിക് ഫോം r(r(θ) എന്ന് പറയുന്നത് r cos θi പ്ലസ് r sin θj പ്ലസ് rk. രണ്ട് പാരാമീറ്റർ ആറും തീറ്റയും ഉണ്ട്. ആറിൻ്റെ വേരിയേഷൻ കണ്ടോ, ഇസഡിൻ്റെ സ്ഥാനത്ത് ആറാണ്. അപ്പോൾ ഇസഡിൻ്റെ വേരിയേഷൻ തന്നെ 0 to 1 ആണ്. തീറ്റ എന്ന് പറയുന്നത് 0 to 2π ആണ്. സ്പിയർ x² + y² = a² ആണ്. അതിൻ്റെ പാരാമെട്രിക് ഫോം r(φθ) a sin phi cos θi പ്ലസ് a sin phi sin θj പ്ലസ് a cos phi k. ഫൈയുടെ വേരിയേഷൻ 0 to πയും തീറ്റയുടെ വേരിയേഷൻ 0 to 2π. സിലിണ്ടറിൻ്റെയും അതേപോലെ തന്നെ പഠിക്കാനുണ്ട്. ഇനി സർഫസ് ഏരിയ ഡിഫറൻഷ്യബിൾ, അത് d സിഗ്മ എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഈ മൂന്ന് ഫോമിലും ഇക്വേഷൻ ഉണ്ട്. പാരാമെട്രിക് ആകുമ്പോൾ മോഡ് ru × rv du dv ആണ്. ഇംപ്ലിസിറ്റ് ആകുമ്പം മോഡ് ∇f/മോഡ് ∇f.p dA ആണ്. എക്സ്പ്ലിസിറ്റ് ആണെങ്കിൽ √(fx²+fy²+1) dA ആണ്. ഇനി ഒരു ഫംഗ്ഷൻ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ ചോദിച്ചാൽ ∬g(x, y, z) d സിഗ്മ ആണ്. ആ d സിഗ്മയുടെ സ്ഥാനത്ത് പാരാമെട്രിക് എക്സ്പ്ലിസിറ്റ് ഇംപ്ലിസിറ്റ് ആകുമ്പോൾ കറസ്പോണ്ടിങ് ഈ വാല്യൂസ് ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ സർഫസ് ഏരിയ ആണെങ്കിലും ∬d സിഗ്മ ഓരോ ഫോമിൽ ഓരോന്ന് ഇട്ട് കൊടുത്താൽ മതി. ഇനി നോൺ ഓറിയൻറ്റബിൾ സർഫസിൻ്റെ ഒരു എക്സാമ്പിളാണ് മൊബിയസ് സ്ട്രിപ്പ്. എ പാർട്ടി വേണമെങ്കിൽ ചോദിക്കാം. ഇനി കോണിക് സെക്ഷൻ അനാലിറ്റിക് ജോമെട്രിക്കായിട്ട് മെയിനായിട്ട് 3 കാര്യങ്ങളാണ്: പരാബോള, എലിപ്സ്, ഹൈപ്പർബോള. മൂന്നിൻ്റെയും സ്റ്റാൻഡേർഡ് ഫോം പഠിക്കണം. പരാബോള ആകുമ്പോൾ y² = 4px, എലിപ്സ് ആകുമ്പോൾ x² + a² + y² = 1, ഹൈപ്പർബോളയാണെങ്കിൽ x² / a² - y² / b² = 1. ഇനി ഇത് ഓരോന്നിൻ്റെ ഫോം, ഇത് എക്സിൻ്റെ അവിടെ വൈയും ഒക്കെ മാറുമ്പോൾ ഇതിൻ്റെ വരയ്ക്കുന്ന രീതി മാറും. ഡയറക്ട്രിക്സിറ്റി, എക്സെൻട്രിസിറ്റി, ഫോക്കസ് കണ്ടുപിടിക്കാനുള്ള, അത് സി എ ബി തമ്മിലുള്ള റിലേഷൻ എലിപ്സിൽ, ഹൈപ്പർബോളയിൽ ഫോക്കസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, ഹൈപ്പർബോളയ്ക്ക് അസിംപ്റ്റോട്ട് ഉണ്ട്, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ ഇതിൻ്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻസ് ഡിറൈവ് ചെയ്യാനും പഠിക്കണം. പിന്നെ അതിനകത്ത് പഠിക്കുന്ന ഷിഫ്റ്റിംഗ് ആണ്, അതായത് അതിൻ്റെ ഫോക്കസ് ഷിഫ്റ്റ് ചെയ്താൽ ഉള്ള ഇക്വേഷൻ, വെർട്ടെക്സ് ഷിഫ്റ്റ് ചെയ്താൽ ഉള്ള ഇക്വേഷൻ, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ അതിൻ്റെ പോളാർ കോർഡിനേറ്റിൻ്റെ ഈ ഓരോന്നിൻ്റെ പോളാറിലുള്ള എന്നിട്ട് പ്ലോട്ട് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. അതാണ് അനലിറ്റിക്കിനകത്ത് സിമ്പിളാണ്. അനലിറ്റിക്കിൻ്റെ പ്രോബ്ലംസ് ശരിക്കും ചെയ്ത് പഠിക്കണം. അബ്സ്ട്രാക്റ്റ് ഓൾജിബ്രയാണ് നിങ്ങളെ സംബന്ധിച്ച് കുറച്ച് പാടുള്ളത്, കാരണം തിയറി പാർട്ടാണ്. അപ്പോൾ ഇതിനകത്തെ ഇമ്പോർട്ടൻ്റ് ഡെഫിനിഷൻസ് ഒക്കെ ഒന്ന് പഠിക്കുക. ഗ്രൂപ്പ്, അബീലിയൻ ഗ്രൂപ്പ്, സൈക്ലിക് ഗ്രൂപ്പ്, ഇൻഫിനിറ്റ് ഗ്രൂപ്പ്, ഫൈനൈറ്റ് ഗ്രൂപ്പ്, നോർമൽ സബ് ഗ്രൂപ്പ്, കേർണൽ, പെർമ്യൂട്ടേഷൻ, ഹോമോമോർഫിസം, അങ്ങനത്തെ ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. ഗ്രൂപ്പ് എന്ന് വെച്ചാൽ ഒരു നോൺ എംപ്റ്റി സെറ്റ് G, അതിൻ്റെ കൂടെ ഒരു ബൈനറി ഓപ്പറേഷൻ, അത്രയും മാത്രം ഉള്ളെങ്കിൽ അതിനെ നമ്മൾ ഗ്രൂപ്പോയിഡ് എന്ന് വിളിക്കും. അതിൻ്റെ കൂടെ അസോസിയേറ്റിംഗ് കൂടെ വരുമ്പോൾ നമ്മൾ സെമി ഗ്രൂപ്പ് എന്ന് വിളിക്കും. അതിൻ്റെ കൂടെ ഐഡൻറ്റിറ്റിയുടെ എക്സിസ്റ്റൻസ് കൂടെ പറയുകയാണെങ്കിൽ നമ്മൾ മോണോയിഡ് എന്ന് വിളിക്കും. അതിൻ്റെ കൂടെ എക്സിസ്റ്റൻസ് ഓഫ് ഇൻവേഴ്സ് കൂടെ വരുമ്പോഴാണ് ഗ്രൂപ്പ് എന്ന് വിളിക്കുന്നത്. അതിൻ്റെ കൂടെ കമ്മ്യൂട്ടേറ്റിംഗ് കൂടെ വരുമ്പം അബീലിയൻ ഗ്രൂപ്പ് എന്ന് വിളിക്കും. ഇനി അബീലിയൻ ഗ്രൂപ്പിൻ്റെ എക്സാമ്പിളാണ് Z+, Q+, R+, C+. ഇത് തന്നെയാണ് ഗ്രൂപ്പിൻ്റെ എക്സാമ്പിൾ. ഗ്രൂപ്പ് അല്ലാത്തതിൻ്റെ എക്സാമ്പിൾ ഒന്ന് പഠിച്ചു വെക്കുക. നാച്ചുറൽ നമ്പേഴ്സ് അണ്ടർ സബ്ട്രാക്ഷന്, ഇൻറ്റിജേഴ്സ് അണ്ടർ മൾട്ടിപ്ലിക്കേഷനൊക്കെ. ഇനി നോൺ അബീലിയൻ ഗ്രൂപ്പിൻ്റെ എക്സാമ്പിളാണ് GL, NR, S3, D4, അങ്ങനത്തെ കാര്യങ്ങൾ. ഇനി നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു എക്സാമ്പിളാണ് Q+ under the operation star defined by A star B equal AB/2. ആ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കും. അത് ചെയ്യുമ്പോൾ നമുക്ക് ഐഡൻറ്റിറ്റി 2 എന്നും എയുടെ ഇൻവേഴ്സ് നമുക്ക് 4/A എന്നും വിളിക്കും. പിന്നെ ഗ്രൂപ്പിൻ്റെ 2-3 പ്രോപ്പർട്ടീസ് ഉണ്ട്. ലെഫ്റ്റ് ക്യാൻസലേഷൻ, റൈറ്റ് ക്യാൻസലേഷൻ ഹോൾഡ് ചെയ്യും. ഒരു ലീനിയർ ഇക്വേഷന് യൂണീക്ക് സൊല്യൂഷൻ ആയിരിക്കും. ഐഡൻറ്റിറ്റി ഇൻവേഴ്സും യൂണീക്ക് ആയിരിക്കും. ഇതിൻ്റെ പ്രൂഫ് എല്ലാം വളരെ സിമ്പിളാണ്, അതൊന്ന് വായിച്ചു നോക്കുക. ഐഡിയകൾ മനസ്സിലാക്കി ചെയ്യാൻ ശ്രമിക്കുക.
പിന്നെ ഫൈനൈറ്റ് ആണ്. ഒരു ഗ്രൂപ്പിൻ്റെ ഓർഡർ എന്ന് വെച്ചാൽ അതിനകത്തെ എലമെൻസിൻ്റെ എണ്ണം. അത് ഫൈനൈറ്റ് നമ്പർ ആണെങ്കിൽ ഫൈനൈറ്റ് ഗ്രൂപ്പ് എന്നും, ഇൻഫിനിറ്റ് നമ്പേഴ്സ് ഉണ്ടെങ്കിൽ ഇൻഫിനിറ്റ് ഗ്രൂപ്പ് എന്ന് വിളിക്കും. ഇനി ഒരു എലമെൻറ്റിൻ്റെ ഓർഡർ എന്ന് വെച്ചാൽ ആ എലമെൻറ്റിനെ എത്ര തവണ ഓപ്പറേറ്റ് ചെയ്താൽ ഐഡൻറ്റിറ്റി കിട്ടും. അതായത് സ്മോളസ്റ്റ് ഇൻറ്റിജർ n സച്ച് ദാറ്റ് a⁻n = e. അതിനെയാണ് a എന്ന് പറഞ്ഞ എലമെൻറ്റിൻ്റെ ഓർഡർ എന്ന് വിളിക്കുന്നത്. ഇനി Z2, Z3, Z4, S6, D4 എന്നിവയുടെ ഗ്രൂപ്പ് ടേബിള്, സബ് ഗ്രൂപ്പ് ഡയഗ്രാം ഒക്കെ വരയ്ക്കാൻ ചോദിക്കും. അത് S3, D4ൻ്റെ ഗ്രൂപ്പ് ടേബിൾ അത് വരയ്ക്കാനുള്ള എളുപ്പവിദ്യകളൊക്കെ ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്, അതൊന്ന് കാണുക. സബ് ഗ്രൂപ്പ് എന്ന് വെച്ചാൽ ഒരു ഗ്രൂപ്പിൻ്റെ സബ്സെറ്റ് ആയിരിക്കണം, ഗ്രൂപ്പിൻ്റെ ഓപ്പറേഷൻ തന്നെ ആയിരിക്കണം, ഇറ്റ്സെൽഫ് എ ഗ്രൂപ്പ് ആവണം. പിന്നെ സബ് ഗ്രൂപ്പുകൾ തന്നെ ട്രിവിയൽ സബ് ഗ്രൂപ്പ് ഐഡൻറ്റിറ്റി മാത്രമാകുമ്പോൾ, നോൺ ട്രിവിയൽ സബ് ഗ്രൂപ്പ് എന്ന് വെച്ചാൽ എന്താണ്, മൊത്തത്തിലുള്ള ട്രിവിയൽ അല്ലാത്തത്. ഇനി പ്രോപ്പർ എന്ന് വെച്ചാൽ ആ ഗ്രൂപ്പ് അല്ലാത്ത, ഇംപ്രോപ്പർ എന്ന് വെച്ചാൽ ആ ഗ്രൂപ്പ് ഇറ്റ്സെൽഫ് എ സബ് ഗ്രൂപ്പ്. അതാണ് സബ് ഗ്രൂപ്പിൻ്റെ ഒരു തിയറം ഉണ്ട്. എച്ച് എന്ന് പറയുന്ന സബ് ഗ്രൂപ്പ് ആവും, ഈഫ് ആൻഡ് ഓളിഫ് ക്ലോഷറും ഐഡൻറ്റിറ്റി ഇൻവേഴ്സും വേണം. സൈക്ലിക് സബ് ഗ്രൂപ്പ് ജനറേറ്റർ, ഒരു എലമെൻ്റ് കൊണ്ട് ആ ഗ്രൂപ്പിലെ എല്ലാവരെയും ജനറേറ്റ് ചെയ്യാൻ പറ്റിയ ജനറേറ്റർ എന്ന് വിളിക്കും, അതിനെ സൈക്ലിക് ഗ്രൂപ്പ് എന്ന് വിളിക്കും. എവരി സൈക്ലിക് ഗ്രൂപ്പ് ഈസ് അബീലിയൻ. ഇമ്പോർട്ടൻറ്റ് തിയറമാണ്, പ്രൂഫ് സിമ്പിളാണ്, പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്, വെരി ഇമ്പോർട്ടൻ്റ് ആണ്, അത് പഠിക്കണം. കോഷ്യൻ്റും റിമൈൻഡറും കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസ്. ഇപ്പം 100നെ 27 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന കോഷ്യൻ്റും റിമൈൻഡറും കൊച്ചു ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. ഒരു സൈക്ലിക് ഗ്രൂപ്പിൻ്റെ സബ് ഗ്രൂപ്പ് എപ്പോഴും സൈക്ലിക് ആയിരിക്കും, അത് പഠിക്കുക. ഡെഫിനിഷൻ ഓഫ് ഹോമോമോർഫിസം ആൻഡ് കേർണൽ. phi of a star b is equal to phi of a star dash phi of b. അപ്പം ഫൈയെ നമ്മൾ ഹോമോമോർഫിസം എന്ന് വിളിക്കും. കേണൽ എന്ന് വെച്ചാൽ ഐഡൻറ്റിറ്റിയിലോട്ട് മാപ്പ് ചെയ്യുന്ന എലമെൻസിൻ്റെ കളക്ഷനാണ്. പിന്നെ പ്രോബ്ലംസ്, നമ്പർ ഓഫ് ജനറേറ്റേഴ്സ് ചോദിക്കും. Z6ൻ്റെ നമ്പർ ഓഫ് ജനറേറ്റർ എന്ന് വെച്ചാൽ 6ഉമായിട്ട് GCD 1 കിട്ടുന്ന നമ്പേഴ്സിൻ്റെ എണ്ണം. 6നേക്കാൾ ചെറിയ നമ്പേഴ്സിൽ ഏതൊക്കെയാണോ GCD ചെയ്യുമ്പോൾ 1 കിട്ടുന്നത് ആ എണ്ണമാണ്. ഇനി എ എന്ന് പറഞ്ഞ സെറ്റിൻ്റെ പെർമ്യൂട്ടേഷൻ എന്ന് വെച്ചാൽ എയിൽ നിന്ന് എയിലേക്കുള്ള 1 കൊണ്ട് ഫംഗ്ഷനാണ്. അതൊരു ഗ്രൂപ്പ് ഫോം ചെയ്യും. അവിടുത്തെ ഓപ്പറേഷൻ എന്ന് വെച്ചാൽ പെർമ്യൂട്ടേഷൻ മൾട്ടിപ്ലിക്കേഷൻ ആണ്. അവിടെ SNഉം DNഉം ഉണ്ട്. SNനകത്ത് n ഫാക്ടോറിയൽ എലമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ S3കകത്ത് 3 ഫാക്ടോറിയൽ = 6 എലമെൻറ്റ്സ് ഉണ്ട്. DNനകത്ത് 2n എലമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ D4നകത്ത് 2 × 4 8 എലമെൻറ്റ്സ് ഉണ്ട്. ട്രിവിയൽ ഹോമോമോർഫിസത്തിൻ്റെ പ്രോപ്പർട്ടീസ് വരുന്ന ഒരു തിയറമുണ്ട്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. നോർമൽ സബ് ഗ്രൂപ്പ് എന്ന് വെച്ചാൽ എച്ചിനെ ജിയുടെ നോർമൽ സബ് ഗ്രൂപ്പ് എന്ന് വിളിക്കും ഇഫ് GH is equal to HG. ആ ജി എന്ന് പറയുന്നത് സ്മോൾ ജി ആണ്. സ്മോൾ ജി ക്യാപിറ്റൽ H H സ്മോൾ ജി ഫോർ ഓൾ സ്മോൾ ജി എലമെൻറ്റ് ഓഫ് ക്യാപിറ്റൽ ജി. പിന്നെ പ്രോബ്ലംസ് ഉണ്ട്. ഇസഡിൽ നിന്ന് Z7ലേക്ക് ഒരു ഹോമോമോർഫിസം തന്നു. phi of 1 എന്ന് വെച്ചാൽ 4 ആണ്. അങ്ങനെയാണെങ്കിൽ കേണൽ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ. കെയ്ലി തിയറത്തിൻ്റെ പ്രൂഫ് ഇല്ല, സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ പ്രൂഫ് സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് പഠിക്കുക. എവരി ഗ്രൂപ്പ് ഈസ് ഐസോമോർഫിക് ടു ഗ്രൂപ്പ് ഓഫ് പെർമ്യൂട്ടേഷൻ. ഇനി പെർമ്യൂട്ടേഷൻ തന്നിട്ട് അത് മൾട്ടിപ്ലൈ ചെയ്യാനുള്ള പ്രോബ്ലംസ് വേണമെങ്കിൽ ചോദിക്കാം. പിന്നെ പാർട്ട് എയിൽ സാധ്യതയുള്ളത് എക്സാമ്പിൾസ്, ഡെഫിനിഷൻസ്, ട്രൂ ഓർ ഫോൾസ് അങ്ങനത്തെ കാര്യങ്ങളാണ്. ഗ്രൂപ്പിൻ്റെ ഒരു എക്സാമ്പിൾ, ഗ്രൂപ്പ് അല്ലാത്തതിൻ്റെ എക്സാമ്പിൾ, അബീലിയൻ ഗ്രൂപ്പിൻ്റെ എക്സാമ്പിൾ, അബീലിയൻ അല്ലാത്തതിൻ്റെ എക്സാമ്പിൾ, ഫൈനൈറ്റ് ഗ്രൂപ്പ് എന്താ ZN Z6കൾ, സൈക്ലിക് ഗ്രൂപ്പ് ZNകൾ, ഇൻഫിനിറ്റ് ഗ്രൂപ്പ് അപ്പോൾ Zൻ്റെ, നോൺ സൈക്ലിക് ഗ്രൂപ്പ് പഠിക്കണം. ക്ലയൻ ഫോർ V, സബ് ഗ്രൂപ്പ് അതായത് Z+ ഈസ് എ സബ് ഗ്രൂപ്പ് ഓഫ് R+, നോർമൽ സബ് ഗ്രൂപ്പ്. പിന്നെ ട്രൂ ഓർ ഫോൾസ്, എവരി സൈക്ലിക് ഗ്രൂപ്പ് ഈസ് അബീലിയൻ, അതൊരു പ്രൂഫാണ്, അപ്പോൾ അത് പഠിക്കണം, അത് ട്രൂ ആണ്. എന്നാൽ തിരിച്ച് ശരിയല്ല, എവരി അബീലിയൻ ഗ്രൂപ്പ് സൈക്ലിക് ആകണമെന്നില്ല. എന്താ V എടുത്താൽ, ക്ലയൻ ഫോർ ഗ്രൂപ്പ് എടുത്താൽ അത് അബീലിയാണ്, പക്ഷേ സൈക്ലിക് അല്ല. വീണ്ടും ഒരു ഫൈനൈറ്റ് സൈക്ലിക് ഗ്രൂപ്പിൻ്റെ എക്സാമ്പിൾ എന്താ ZN, ഇൻഫിനിറ്റ് സൈക്ലിക് ഗ്രൂപ്പിൻ്റെ എക്സാമ്പിൾ Z, ഫൈനൈറ്റ് നോൺ സൈക്ലിക് ഗ്രൂപ്പ് V, ഇൻഫിനിറ്റ് നോൺ സൈക്ലിക് ഗ്രൂപ്പ് Q, സ്മോളസ്റ്റ് നോൺ സൈക്ലിക് ഗ്രൂപ്പ് V, സ്മോളസ്റ്റ് നോൺ അബീലിയൻ ഗ്രൂപ്പ് S3. ഇനി ഓർക്കാനുള്ള കാര്യങ്ങൾ,
Every group of order less than or equal to 5 is abelian. Every group of prime order is abelian. Every group of order p square is abelian. അതായത് 5ഓ അതിൽ താഴെ ഓർഡർ വരുന്ന എല്ലാ ഗ്രൂപ്പും അബീലിയനാണ്. 3ഓ അതിൽ താഴെ ഓർഡർ വരുന്ന എല്ലാ ഗ്രൂപ്പും സൈക്ലിക്കാണ്. ഇനി ഒരു എക്സാമ്പിൾ, സൈക്ലിക് ഗ്രൂപ്പ് ഹാവിങ് 1 ജനറേറ്റർ ഉള്ളത് Z2 ആണ്. 4 ജനറേറ്റർ വരുന്ന Z8 ആണ്. Sn n ഫാക്ടോറിയൽ എലമെൻറ്റ്സ് ഉണ്ട്, Dn 2n എലമെൻറ്റ്സ് ഉണ്ട്. An എന്ന് പറയുന്നത് Snൻ്റെ ഒരു നോർമൽ സബ് ഗ്രൂപ്പാണ്. ഇനി ഈവൻ പെർമ്യൂട്ടേഷൻ ഉണ്ട്, ഓഡ് പെർമ്യൂട്ടേഷൻ ഉണ്ട്. ഈവൻ പെർമ്യൂട്ടേഷൻ്റെ സൈന് +1ഉം ഓഡ് പെർമ്യൂട്ടേഷൻ്റെ സൈന് -1ഉം ആണ്. ഇനി ഇസഡിൽ നിന്ന് ഇസഡിലേക്കുള്ള ഓൺ ടു ഹോമോമോർഫിസത്തിൻ്റെ എണ്ണം 2 ആണ്. ഇൻറ്റു ഹോമോമോർഫിസത്തിൻ്റെ എണ്ണം ഇൻഫിനിറ്റ് ആണ്. ഇസഡിൽ നിന്ന് Z2യിലേക്കുള്ള ഹോമോമോർഫിസത്തിൻ്റെ എണ്ണം 2 ആണ്. Zn-ൽ നിന്ന് Zm-ലേക്കുള്ള ഹോമോമോർഫിസം GCD of m, n ആണ്. അപ്പോൾ അത് ചോദിക്കും Z10ൽ നിന്ന് Z8ലേക്ക്, അപ്പോൾ GCD of 10 and 8 അത് കണ്ടുപിടിച്ച് ചെയ്താൽ മതി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് പഠിക്കാനുള്ളത്. മാത്സിൻ്റെ പ്രത്യേകത, നിങ്ങൾ 25 ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യണം. ആദ്യമേ പാറ്റേൺ അനുസരിച്ച് അറിയാവുന്നത് എല്ലാം പാർട്ട് എയിൽ ഇപ്പോഴത്തെ പാറ്റേൺ അനുസരിച്ച് കോവിഡ് സ്പെഷ്യൽ പാറ്റേൺ ആണ്. പാർട്ട് എയിൽ 6 ചോദ്യം, പാർട്ട് ബി 4 ചോദ്യം, പാർട്ട് സി 3 ചോദ്യം. പാർട്ട് സി 3 ചോദ്യവും മാർക്ക് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ്റെ പകുതി അറിയത്തുള്ളെങ്കിൽ പോലും അതും എഴുതാം, കാരണം 3 ക്വസ്റ്റ്യനും വാല്യൂ ചെയ്യും. അത് എഴുതിയിട്ട് ലാസ്റ്റ് കുറച്ച് സമയം എടുത്തിട്ട് ബാക്കി എഴുതാത്ത ക്വസ്റ്റ്യൻ നമ്പർ ഇട്ട് എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യുക. ക്വസ്റ്റ്യൻ പാടാണെങ്കിൽ, ക്വസ്റ്റ്യന് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ, ഔട്ട് ഓഫ് സിലബസിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എനി അറ്റംപ്റ്റ്, എനി റീസണബിൾ അറ്റംപ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യന് ഫുൾ മാർക്ക് വരെ കിട്ടാം. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വന്നാൽ നിങ്ങൾ ഇതൊക്കെ അറ്റൻഡ് ചെയ്താൽ ഞാൻ പറഞ്ഞ രീതിയിൽ നിങ്ങൾക്ക് മാക്സിമം സ്കോർ വാങ്ങിക്കാം. ഉന്നതമായ വിജയം, എല്ലാ സബ്ജക്റ്റിനേക്കാൾ കൂടുതൽ മാർക്ക് മാത്സിന് നിങ്ങൾക്ക് വാങ്ങിക്കുവാൻ സാധിക്കും. അപ്പോൾ ഇനിയുള്ള സമയങ്ങൾ ശ്രദ്ധിച്ച് വൃത്തിക്ക് എല്ലാ പ്രോബ്ലംസും ചെയ്ത് പഠിക്കുക, ഉന്നതമായ വിജയം നേടുക. ഓൾ ദ വെരി ബെസ്റ്റ്. ഗോഡ് ബ്ലസ് യു. താങ്ക് യു.